ഇതാണ് ഇന്നത്തെ നമ്മുടെ വളക്കൂട്ട് എന്ന് പറയുന്നത്. ഇതെന്താന്ന് മനസ്സിലായോ? ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അണിമ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫെർട്ടിലൈസർ വീഡിയോ ആണ്. ഇത് ഞാൻ വേനൽക്കാലത്ത് മാത്രം കൊടുക്കാറുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വളക്കൂട്ടെന്ന് പറയുന്നത്. ഇത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറയുന്ന സംഭവമില്ലേ, അത്. ഇത് എല്ലുപൊടി, ഇത് നമ്മുടെ വെർമി കമ്പോസ്റ്റ്, ഇത് വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ പലരും എൻ്റെ അടുത്ത് വില ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ വിലയും കൂടി പറയണത്. ഇത് ആർടെക്കിന്റെ വെർമി കമ്പോസ്റ്റ് ആണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 40 രൂപയാണ്. ഇത് 1 കിലോന്റെ ആണ് ഞാൻ വാങ്ങിയേക്കണത്. അതുപോലെ തന്നെ ഇത് വേപ്പിൻ കുരു പൊടിച്ചതാണ്. ഇതും ആപ്ടെക്കിന്റെ തന്നെയാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 70 രൂപയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്. അപ്പൊ അതും കുറച്ച്, ഇത് നല്ല ഫൈൻ പൗഡറാണ് കേട്ടോ. അപ്പൊ അതും ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് എല്ലുപൊടി, അതുപോലെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, അത് രണ്ടും ഞാൻ ലൂസ് സെപ്പറേറ്റ് വാങ്ങിയതാണ്. അതുപോലെ തന്നെ കപ്പലിന്റെ പിണ്ണാക്കാണെങ്കിലും ഞാൻ ലൂസ് വാങ്ങിയതാണ് കേട്ടോ. അതിനും ഓരോന്നിനും 100-ൽ താഴെയാണ് വിലയുള്ളത്. അപ്പോ ഞാനിത് എല്ലാം കൂടി ഒന്നിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിനി എങ്ങനെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ, ഇതിന്റെ ചോട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചോട്ടിൽ നിന്ന് ഇങ്ങനെ ഒന്ന് നീക്കിയിട്ടിട്ട്, എന്താ, ഇത് 1 സ്പൂൺ. അത് ഓരോ ചെടികളുടെയും വലുപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ. ഓരോ സ്പൂൺ, 1 സ്പൂൺ ഞാൻ നിറച്ചെടുത്തില്ലായിരുന്നേ. 1 സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ ഒന്നും കൂടി ഇളക്കി കൂട്ടി. എപ്പോഴും അങ്ങനെ ചെയ്യണത് നല്ലതാണ് കേട്ടോ, നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോഴേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോ ഇവിടെ സാഫ് എടുത്തിട്ടുണ്ട്. അപ്പൊ സാഫ് കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നും അല്ല, കുറച്ച്. പിന്നെ ഇതൊരു ചെറിയ ചെടി ആയതുകൊണ്ടാണ് 1 സ്പൂൺ ഇട്ട് കൊടുത്തത്. ഇനി നമ്മുടെ വലിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ, വലിയ ചെടികളും ഇതേപോലെ ചോടൊന്ന് നീക്കി കൊടുത്തിട്ട് ഇതിന്റെ ചെടിയുടെ വലുപ്പം അനുസരിച്ച് ഒരു 2 സ്പൂൺ 3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും അതൊന്നും കൂടി ഇളക്കി കൂട്ടി. പിന്നെ ഇത് ഇട്ട് ഈ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഇങ്ങനെ അടുപ്പിച്ചൊന്ന് ചെടി നനച്ചു കൊടുക്കണേ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല്, വെള്ളം പുറത്തോട്ട് പോകരുത്, ആ വളം അതിൽ തന്നെ, ആ ചെടിച്ചട്ടിയിൽ തന്നെ തങ്ങി നിൽക്കണം. പിന്നെ ഇത് ഒരു സ്ലോ റിലീസ് ഫെർട്ടിലൈസർ ആണ്. നമ്മുടെ എല്ലുപൊടി ആയാലും അതുപോലെ നമ്മുടെ കപ്പലിന്റെ പിണ്ണാക്ക്, ഇത് കപ്പലിന്റെ പിണ്ണാക്കൊക്കെ നൈട്രജൻ കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ എല്ലുപൊടിക്ക് ചെടി പൂ നന്നായിട്ട് ഇടാനും, പിന്നെ വെർമി കമ്പോസ്റ്റ് ആണെങ്കിലും നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണെങ്കിലും, വേപ്പിൻ പിണ്ണാക്കൊക്കെ അതിന്റെ വേരുകൾക്ക് ഒരുപാട് നല്ലതാണ്, രോഗപ്രതിരോധ ശേഷിയൊക്കെ നൽകാനും. അപ്പോ ഈ വിധത്തിലാണ് ഞാൻ എല്ലാ വേനൽക്കാലത്തും കൊടുക്കാറുള്ളത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ വളം കൊടുക്കാറുണ്ടെന്നുള്ളത്. ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ. പിന്നെ മഴക്കാലത്ത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, മഴക്കാലത്ത് ഞാൻ ഒരു വളവും കൊടുക്കാറില്ല, സാഫ് വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ. ഇപ്പോഴും ഞാൻ ഈ വളം ഇട്ട് കഴിഞ്ഞിട്ട് സാഫ് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ രീതിയിലാണ് ഞാൻ വളപ്രയോഗം, എൻ്റെ ഒരു വളപ്രയോഗം എന്ന് പറയുന്നത്.
പിന്നെ ഇതിന് ഇപ്പോ ഇട്ട് കഴിഞ്ഞെന്ന് വിചാരിച്ച് നമുക്ക് ഇടക്ക് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ അധികം ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് കഞ്ഞിവെള്ളം ഒരു കപ്പ് ഒരു ബക്കറ്റ് വെള്ളത്തിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്, നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട്. അത് അത് എപ്പോഴൊന്നുമില്ല, ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ സാധാ വെള്ളം മാത്രമാണ് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ ജൈവ സ്ലറി എന്നൊക്കെ പറയില്ലേ, മറ്റേ ജീവാമൃതം, അതും കൊടുക്കാറുണ്ട്. അതും ഈ പ്രോസസ്സ് തന്നെയാണ്. പിന്നെ അതിൽ കുറച്ച് പച്ചച്ചാണകം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ 1-2 ഐറ്റംസും കൂടി ഞാൻ ചേർക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാപ്പ് ഇല്ലേ, DAP എന്നൊക്കെ പറഞ്ഞ ഡൈ അമോണിയ ഫോസ്ഫേറ്റ്, അതും ഇതിന്റെ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ അത് കൊടുക്കുന്നില്ല. അത് കൊടുക്കാത്ത എന്താണെന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോയില് പറയാം. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളെ പോലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെപ്പോലുള്ള ബിഗിനേഴ്സിന് തുടർന്നും മുന്നോട്ട് വീഡിയോസ് ഇടാൻ ഒരു ഇൻസ്പിറേഷൻ ആകൂ. ഓക്കെ. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്.